ഓഗസ്റ്റ് 1 നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാളാണ്. പതിനെട്ടാം നൂറ്റാണ്ട് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം, ലോക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, വലിയ ധ്യാന വിചിന്തനങ്ങളായി മുന്നോട്ട് മനുഷ്യന് ജീവിക്കേണ്ടുന്ന പ്രത്യേക തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളായി ലോകത്തിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് തൻ്റെ തൂലിക ചലിപ്പിക്കുകയും അതുപോലെ മറ്റുള്ളവരെ ശക്തമായിട്ടുള്ള പ്രബോധനത്താൽ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പുണ്യാളൻ. സെപ്റ്റംബർ 27 ഇറ്റലിയിലെ മരിയനെല്ല ഗ്രാമത്തിൽ അവിടെ ഒരു പ്രഭു കുടുംബത്തിലാണ് ഇദ്ദേഹം ഭൂജാതനാവുക. അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോൺ ജോസഫ് ലിഗോരി ഒരു പട്ടാള മേധാവിയായിരുന്നു. സൈന്യത്തെ നയിക്കുന്ന അദ്ദേഹത്തിന് മാടമ്പി സ്ഥാനമുണ്ടായിരുന്നു, വലിയ ധനാഠ്യനുമായിരുന്നു. അൽഫോൺസ് ലിഗോരി 7 മക്കളിൽ ഒന്നാമനായിട്ടാണ് ആ ഭവനത്തിലേക്ക് കടന്നു വരിക. അമ്മ ഒരു സ്പാനിഷ് സ്ത്രീയായിരുന്നു, ഏറെ മരിയഭക്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഏറെ പ്രാർത്ഥനാ നിർഭരവും അച്ചടക്കം നിറഞ്ഞതുമായിരുന്നു. എല്ലാ വർഷവും പതിവായി ആ ഭവനം ഒരുമിച്ച് ഒരു ധ്യാനത്തിനായി പോകുമായിരുന്നു. ഇത് ഈ കുഞ്ഞ് അൽഫോൺസ് ലിഗോരിയുടെ വലിയ ആന്തരിക ജീവിതത്തെ രൂപപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു. കാരണം ഒരു മനസാക്ഷി രൂപീകരണം നടക്കേണ്ട കാലഘട്ടത്തിൽ മാതാപിതാക്കൾ നൽകിയ ഏറ്റവും വലിയ ഒരു അന്തരീക്ഷമായിരുന്നു ഈ ധ്യാന സമയങ്ങൾ, നിമിഷങ്ങൾ. അദ്ദേഹം തികഞ്ഞ കർമ്മബന്ധിതമായ ഒരു ജീവിതശൈലിയും, അതായത് സമയബന്ധിതമായി കാര്യങ്ങളെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും വളരെ പരിശ്രമശാലിയായി തികഞ്ഞ ധാർമ്മിക ബോധത്തോടും ചുറുചുറുക്കോടും കൂടി തൻ്റെ കുട്ടിക്കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു. മാതാപിതാക്കളുടെ ധാർമ്മികമായ മൂല്യവും പ്രാർത്ഥനാ ചൈതന്യവും മരിയഭക്തിയും അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം, വളരെ ചെറുപ്പത്തിൽ തന്നെ 13-ാമത്തെ വയസ്സിൽ അദ്ദേഹം വലിയ ഒരു സംഗീത ഉപാസകനായി മാറുകയാണ്. അദ്ദേഹത്തിന് വാദ്യോപകരണങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയും അതിൽ പ്രാഗൽഭ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്കാലം. 14-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിരുദാനന്ദ ബിരുദം, ഡോക്ടറേറ്റ് കരസ്ഥമാക്കുക. നിയമത്തിൽ, അത് സഭാ നിയമവും അതുപോലെ തന്നെ ലോകത്തിൻ്റെ നിയമവും ഒരുപോലെ അതിൽ പ്രാവീണ്യം നേടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. 19-ാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമെന്ന് പറയുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി, കേസ് തോക്ക വക്കീലായി അൽഫോൺസ് ലിഗോരി മാറുകയാണ്. അദ്ദേഹം എടുത്ത കേസ് കോടതിയിൽ ജയിച്ചിരിക്കും. അങ്ങനെ എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള ഒരു ശ്രദ്ധാകേന്ദ്രവും പ്രശംസാപാത്രവുമായി അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യൗവനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു പ്രഭുവിൻ്റെ കേസ് വാദിക്കുമ്പോൾ എല്ലാവർക്കും ഉറപ്പാണ് ഈ പ്രഭു ജയിക്കും. അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അൽഫോൺസ് ലിഗോരി ഇത് കോടതിയിൽ വാദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു രേഖ മറയ്ക്കപ്പെടുകയാണ്. കുറേ സമയത്തെ വാഗ്വാദങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്ന സംഭാഷണങ്ങൾക്കും ശേഷം എതിർഭാഗം വക്കീല് ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ഒരൊറ്റ രേഖയുടെ പേരിൽ അദ്ദേഹം ആ നടത്തിയ കേസ് അവിടെ പ്രതികൂലമായി തീരുകയാണ്. കേസ് തോൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി
ലോകത്തിൻ്റെ മുമ്പിൽ വിജയം മാത്രം സ്വന്തമായി കൊണ്ടു നടന്നിരുന്ന അൽഫോൺസ് ലിഗോരി ആദ്യമായി കോടതിയിൽ ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹം പൊതുവായി പ്രഖ്യാപിച്ചു, ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലേക്ക് വഴിവെട്ടിയ ഒരു സംഭവമായി മാറി. കാരണം ഈ ലോകത്തിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങൾ, ഭൗതികമായി അദ്ദേഹം കരുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ ആദരവിൻ്റെ അടയാളങ്ങൾ, അതിങ്ങനെ തകർന്നു വീഴുന്ന ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു പോകാൻ ഒരു നിമിഷം മതി എന്ന് മനസ്സിലാക്കുന്ന ഒരനുഭവമായി പോയി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് വ്യക്തിപരമായ വിചിന്തനത്തിനും അദ്ദേഹം ഉൾവലിയുന്നതിനും, അതുപോലെ ആന്തരിക ജീവിതം അദ്ദേഹത്തിന് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പുറമെ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിന് തത്തുല്യമായ വലിയ ഒരു ആത്മസംഘർഷം ഉള്ളിൽ നടക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത മുന്നിൽ കൊണ്ടു നടക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും വലിയ ആഗ്രഹം, അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വലിയ അഭിമാനത്തോടു കൂടി ആ നാട്ടിലെല്ലാം പറഞ്ഞു വരുത്തുന്നുണ്ട്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന അൽഫോൺസ് ലിഗോരിയാണ്. അതൊക്കെ വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷം തീർക്കുമ്പോൾ അതിനിടയിൽ ശക്തമായ ചില തീരുമാനങ്ങൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരി എടുക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും സാന്നിധ്യവും മൂലം നേപ്പിൾസിലുള്ള ഒരു ആതുരാലയത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ, അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന സൗഖ്യവും സാന്ത്വനവും അദ്ദേഹം ഇങ്ങനെ കൺമുമ്പിൽ കാണുകയാണ്. ഒരു വലിയ വിളി അവിടെ പ്രകടമാകുകയാണ്. അങ്ങനെ അദ്ദേഹം അപ്രതീക്ഷിതമായി 2 തവണ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, നീ ലോകത്തെ ഉപേക്ഷിക്കുക, നിന്റെ ജീവിതം എനിക്കായി സമർപ്പിക്കുക. ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് സത്യമായും ഞാൻ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാടമ്പ്യസ്ഥാനത്തിൻ്റെ അടയാളമായിരുന്ന വാള് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണ സമർപ്പണം നടത്തി അദ്ദേഹത്തിൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ ദിനങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. തീർച്ചയായിട്ടും മാതാപിതാക്കളെതിരായിരുന്നു, പ്രത്യേകിച്ച് അപ്പൻ. സുഹൃത്തുക്കൾ പറഞ്ഞു, അൽഫോൺസിന് വട്ടാണ്, കാരണം എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് അദ്ദേഹം അതെല്ലാം വലിച്ചെറിഞ്ഞിറങ്ങിപ്പോകില്ല എന്നുള്ളതായിരുന്നു ചുറ്റുമുണ്ടായിരുന്നവരുടെ വിലയിരുത്തൽ. എങ്കിലും അദ്ദേഹത്തെ ആർക്കും തടുത്തു നിർത്താനായില്ല. ഇതിനിടയിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ആധ്യാത്മിക ഗുരു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആധ്യാത്മിക പിതാവ് പറയുന്നുണ്ട്, നീ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി വേണം പോകാൻ. അങ്ങനെ അദ്ദേഹം വീട്ടിലെല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരുവിധം അതിനുള്ള പെർമിഷനൊക്കെ മേടിച്ച് അദ്ദേഹം വൈദികനാകാനായി പോവുകയാണ്. പിന്നെ അദ്ദേഹം പുരോഹിത പട്ടം സ്വീകരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ സന്നിഹിതനായിരുന്നില്ല എന്നുള്ളത് ഏറെ ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. ഈ വിശുദ്ധൻ്റെ തിരുപ്പട്ടം കൂടുവാൻ നിർഭാഗ്യവാനായ പിതാവിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വെറുപ്പും അമർഷവും ഇതിനോടുണ്ടായിരുന്ന ആത്മീയ രഹസ്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പരാജയവുമായി പോയത്. അത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായി നിലനിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് തിരുസഭ അനുഭവിച്ചത് വിശുദ്ധനായ ഒരു വൈദികൻ്റെ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം വൈദികനായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ ആത്മീയ മന്ദത ബാധിച്ച ലോകത്തിലേക്ക് വ്യത്യസ്തങ്ങളായ ചിന്താധാരകളും പാഷണ്ഡതകളും ആത്മീയ മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്തതുമായിട്ടുള്ള ജീവിതക്രമത്തിലേക്ക് ഒരു വലിയ ധാർമ്മികതയുടെ പടവാളുമായി കടന്നു വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം കൊടുത്ത ഉദ്ബോധനങ്ങൾ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ അത്ഭുതം
അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു വലിയ അനുഭവം അവിടെ ഉണ്ടായി. അദ്ദേഹം ആദ്യമായിട്ട് തന്നെ നടത്തിയ ഒരു ധ്യാനം, സന്യസ്തർക്ക് വേണ്ടി നടത്തിയിരുന്ന ധ്യാനം അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ അത്ഭുതങ്ങൾക്ക് ഇടവരുത്തുകയാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുമ്പസാരം, പാവപ്പെട്ട മനുഷ്യർ, ജോലിക്കാർ, ഭിക്ഷക്കാർ, അങ്ങനെയായിട്ടുള്ള ആൾക്കാരുകളെ അവരെവിടെയാണോ അവിടെ പോയി അവരെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കുന്ന ഒരു മിനിസ്ട്രി. അതിന് ആ കാലഘട്ടത്തിൽ അസോസിയേഷൻ ഓഫ് ചാപ്പൽസ് എന്നുള്ള ഒരു സംഘടന രൂപീകൃതമായി. അനേകം ആത്മായരും സമർപ്പിതരൊക്കെ അതിൽ പങ്കുചേർന്നു. അങ്ങനെ ദിവ്യരക്ഷക സഭയുടെ ആദ്യത്തെ ഫേസിലേക്ക് വരികയാണ്. ഒരു സഭ രൂപീകൃതമാവുകയാണ്. ധാർമ്മികതയ്ക്ക് വേണ്ടി, വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്നതിനായി ദിവ്യരക്ഷക സഭ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ ഈ ദിവ്യരക്ഷക സഭയിൽ ചേർന്ന ഒരു ആത്മാവിനൊഴികെ ബാക്കി എല്ലാവരിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഒരു വ്യക്തി മാത്രം അവശേഷിച്ച് അൽഫോൺസ് ലിഗോരി പുണ്യാളൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഒറ്റപ്പെടലും പ്രതിസന്ധിയും അദ്ദേഹം അനുഭവിക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സഭയിൽ നിന്ന് ഒരാവശ്യം അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. അത് അദ്ദേഹം ഒരു രൂപതയുടെ ബിഷപ്പായി സ്ഥാനമേറ്റെടുക്കണമെന്നുള്ളതാണ്. അദ്ദേഹം പലേർമയിലെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റെടുക്കുകയാണ്. പലേർമ എന്ന് പറയുന്ന ആ പ്രദേശത്ത് പിന്നെ ഉണ്ടായത് വലിയ ഒരു ആത്മീയ മുന്നേറ്റമാണ്. പലേർമയുടെ ബിഷപ്പായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് അവിടെ വന്ന് വലിയ ധ്യാന പരമ്പരകൾ സംഘടിപ്പിക്കുകയാണ്. ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഭയങ്കരങ്ങളാണ്. കാരണം വലിയ ഒരു റിന്യൂവലിലേക്ക്, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനത്തെയും തകിടം മറിക്കുന്ന ശക്തമായ കാൽവയ്പ് അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം ചുറ്റുമുള്ള സമർപ്പിത സമൂഹങ്ങളെ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അവരെ ഉദ്ബോധിപ്പിക്കുന്നു. രൂപതയുടെ എല്ലാ ഇടവകകളിലും നിർബന്ധമായ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോ ഇടവകയിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ഓരോ സ്ഥലത്ത് ചെന്ന് കുമ്പസാരത്തിനും ഇടവകയിലേക്ക് വരാൻ പറ്റാത്ത വ്യക്തികളെ നേരിട്ട് പോയി കണ്ടും അങ്ങനെ വലിയ ഒരു ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. അതിൽ ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, അരമനയിൽ ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്ന സ്വത്തുവകകൾ അദ്ദേഹം വിറ്റഴിച്ച് പാവങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടി പോലും, അദ്ദേഹത്തിന് സ്വന്തമായിരുന്ന കഴുതയെ പോലും അദ്ദേഹം വിറ്റ് പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. ഇത് എല്ലാവരെയും മാറ്റിമറിച്ച ചില പ്രവൃത്തികളാണ്. പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഭക്ത്യാദരവ്, ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വിശുദ്ധനാണ് എന്ന് കാലം തിരിച്ചറിഞ്ഞ സമയമാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ രോഗികളെ ഇങ്ങനെ വഴിയോരത്ത് കിടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഴൽ തട്ടി അവർ സൗഖ്യപ്പെടുന്നതിന് വേണ്ടി. നടന്നു പോകുമ്പോൾ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തുണ്ടുകൾ ആൾക്കാർ കീറിയെടുത്ത് തിരുശേഷിപ്പുകളായി കൊണ്ടുപോകുമായിരുന്നു. അതിലൂടെ അത്ഭുതം സംഭവിക്കുന്നതുകൊണ്ട് ബൈലോക്കേഷൻ എന്ന് പറയുന്ന വലിയ കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ അദ്ദേഹം കാണപ്പെട്ടു, ശുശ്രൂഷകളിലായിരുന്നുകൊണ്ട്. അങ്ങനെ വലിയ ഒരു അത്ഭുത പ്രവർത്തകനായി, ആ കാലഘട്ടത്തിൻ്റെ ഇരുൾ മാറ്റുന്ന പ്രകാശമായി, ആത്മീയ മന്ദത ബാധിച്ച ഇടങ്ങളിൽ ജീവൻ നൽകുന്ന ഒരു ജീവസുറ്റ ദൈവത്തിൻ്റെ പ്രവാചകനായി ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തെ തേടി വന്നത്
വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. ഈ ശ്വാസതടസ്സം വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഇങ്ങനെ വളഞ്ഞ് ഈ താടിയെല്ല് നെഞ്ചിനോട് കൂടിച്ചേർന്നു. അങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ തിരുസഭയിൽ മണിമുത്തുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ, തിരുസഭയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മാർഗരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയ ധാർമ്മിക മൂല്യങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും പരിത്യാഗത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ രചിക്കുക. പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി അദ്ദേഹം രചിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഏറെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറെ പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതമായി മാറുകയാണ്. ചവർപ്പുള്ള ഭക്ഷണവും പരിത്യാഗത്തിൻ്റെ ജീവിതവും ലളിതമായ ജീവിതവും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ പിശാചിനോട് പടവെട്ടി ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഓരോ തരത്തിലുള്ള സന്മാർഗവും ധാർമ്മിക മാർഗരേഖയും രൂപരേഖയും അദ്ദേഹം തിരുസഭയ്ക്ക് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിനിടയിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കസേരയിൽ ഭക്ഷണത്തിന് വരാതെ ദിവസങ്ങളോളം ചെലവഴിക്കുകയാണ്. ചുറ്റുമുള്ള സഹസന്യാസിമാർ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട്. അദ്ദേഹം പോകുന്നില്ല. ഒരേ ഇരിപ്പാണ്. അനങ്ങാതെ എന്തോ ധ്യാനത്തിൽ ആഴുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ചുറ്റുമുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് എന്തോ ഒരു ആത്മീയ മുന്നേറ്റമാണ് എന്ന് ചുറ്റുമുള്ളവർ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മണിയടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തുന്ന സമയം അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിശുദ്ധ പിതാവിനെ മരണത്തിനായി ഒരുക്കുകയായിരുന്നു. റോമിൽ മാർപ്പാപ്പ മരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം മണിയടിച്ച ആ സമയത്താണ് ലോകമറിയുക. പരിശുദ്ധ പിതാവിനെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ആ രോഗശയ്യയിലിരുന്ന് കൂട്ടിരുന്ന് ഒരുക്കുകയായിരുന്നു. വലിയ ആ അത്ഭുതം, ആ ദൈവിക ഇടപെടൽ കാലം ഓർത്തെടുക്കുന്നത് ഈ ദൈവപുരുഷൻ്റെ വലിയ ഒരു ആത്മീയ ശക്തിയായിട്ടാണ്. കാരണം തിരുസഭയിൽ ഇത്ര ശക്തമായ വിശുദ്ധർ ജീവിക്കുന്നു എന്നുള്ളത് എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് വലിയ ശക്തി പകരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രതികൂലതകളിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് പോവുക. അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഒരു രൂപതയുടെ മെത്രാനായി തുടരാൻ എനിക്ക് ആരോഗ്യമില്ല. എന്നാൽ റോമിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്, അങ്ങ് കട്ടിലിൽ കിടന്നുകൊണ്ട് തിരുസഭയെ ഭരിച്ചാൽ മതി. അങ്ങ് കട്ടിലിൽ കിടന്നുകൊണ്ട് ആ ദേശത്തെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി. കാരണം അത്രമാത്രം ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പ്രവചിക്കുകയാണ്. ഇത് പിതാവിൻ്റെ അടവാണ്. നമ്മൾ മാനസാന്തരപ്പെടാനും നമ്മളെ വശത്താക്കാനുമായി പിതാവ് പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു ചിത്രീകരണം അവിടെ ഉള്ളവരുടെ ഇടയിലുണ്ടായി. പക്ഷേ അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ ചെയ്ത കാര്യം സകല സ്വത്തുവകകളും വിറ്റ് അരമന മുഴുവനും ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അങ്ങനെ ആ നാടിനെ വലിയ ക്ഷാമം വിഴുങ്ങുമ്പോൾ അരമനയിലേക്ക് ആൾക്കാർ കൂട്ടം കൂട്ടമായി വന്ന് ഇങ്ങനെ ധാന്യങ്ങൾ കൈപ്പറ്റി പോകുന്ന ഒരു കാഴ്ച.
അദ്ദേഹം കരുതിയിരുന്നത് ദരിദ്രരെയും ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ഒന്നുപോലെയായിരുന്നു. വലിയ കാരുണ്യത്തോടു കൂടി ദൈവം എല്ലാവരെയും കരുതുന്നവനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 86-ാമത്തെ വയസ്സിൽ ഒരു വലിയ ദുർവിധി ഈ വിശുദ്ധനെ തേടി വരികയാണ്. വിശുദ്ധനാണ് എന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. അനേകം മനപരിവർത്തനങ്ങളും തിരുസഭയിൽ വലിയ ആത്മീയ മുന്നേറ്റവും നടന്നു കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം സ്ഥാപിച്ച ദിവ്യരക്ഷക സഭയിൽ നിന്ന് ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് നേരിടുകയാണ്. കാരണം റോമിൽ നിന്ന് നൽകപ്പെട്ട നിയമവും ആ കാലഘട്ടത്തിലെ രാജ്യം ആവശ്യപ്പെട്ട നിയമവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം. കാരണം ദിവ്യരക്ഷക സഭയ്ക്ക് ആ നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കാനോ അവരുടെ ഭവനങ്ങൾ സ്ഥാപിക്കാനോ അനുവാദം ലഭിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അനുവാദവും കൂടി വേണം. ഇത് റോമിൽ നിന്ന് നൽകപ്പെട്ട ആത്മീയമായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ രാജ്യത്തിൻ്റെ രാജാവ് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സഭയിൽപ്പെട്ട ചിലർ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. അതിൻ്റെ കുറ്റം സ്ഥാപകൻ എന്നുള്ള നിലയിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ചുമലിലേക്ക് വരികയാണ്. റോമിൽ നിന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഭൗതിക നേട്ടത്തിനായി ആത്മീയ മൂല്യങ്ങൾ ഒറ്റുകൊടുത്ത ഒരു വ്യക്തിയായി അദ്ദേഹത്തെ എണ്ണപ്പെടുകയാണ്. അങ്ങനെ വലിയ കണ്ണീരോടുകൂടി ആ സഭയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ്. ഇത് തീർച്ചയായും സഭയ്ക്ക് അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധരുടെ പ്രതിസന്ധികളും പ്രതികൂലതകളും അവരെ വിശുദ്ധിയിൽ ഉറപ്പിക്കുന്നതിനുള്ള ചില പാഠങ്ങളായും അനുഗ്രഹങ്ങളായും ദൈവം മാറ്റുന്ന അത്ഭുതമാണ് നമ്മൾ തിരുസഭയിൽ കാണുക. അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വിശുദ്ധ അൽഫോൺസ് ലിഗോരി അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: എല്ലാം പൂർത്തിയാവുകയാണ്, എനിക്ക് മഡോണയെ തരിക. പരിശുദ്ധ അമ്മയുടെ രൂപം, നിത്യസഹായ മാതാവിനോടുള്ള വലിയ ഭക്തി നമ്മുടെ നാട്ടിൽ പരത്തിയ നിത്യസഹായ മാതാവിൻ്റെ നൊവേനകൾ നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയ്ക്കായി പ്രത്യേകമായി സമർപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പുണ്യവാളന് പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന വലിയ സ്നേഹമാണ് എന്നോർക്കണം. അങ്ങനെ നിത്യസഹായ മാതാവിൻ്റെ രൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വിശുദ്ധൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. ശക്തമായ ഒരു ജീവിതം. എല്ലാ കാലഘട്ടങ്ങളിലും തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഏത് ആത്മീയ പ്രതിസന്ധിയിലും ഏത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധിയിലും ഈ വിശുദ്ധൻ കാവലാവുകയാണ്. അദ്ദേഹം ഏന്തിയ ധാർമ്മികതയുടെ പടവാൾ വീശി തിരുസഭയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള വലിയ ശക്തി ലഭിക്കുകയാണ്. അദ്ദേഹം തിരുസഭയിൽ വേദപാരംഗതനാണ്, സഭയെ പഠിപ്പിച്ച വിശുദ്ധൻ. അദ്ദേഹം തിരുസഭയിൽ കുമ്പസാരക്കാരുടെ മധ്യസ്ഥനാണ്. കാരണം പാപികളെ തേടിപ്പോയി കൊണ്ടുവന്ന് കണ്ടുപിടിച്ച് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തിയ വിശുദ്ധൻ. അദ്ദേഹം തിരുസഭയിൽ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ വിശുദ്ധനാണ്, മധ്യസ്ഥനാണ്. ധാർമ്മിക മൂല്യങ്ങൾ തിരുസഭയിൽ പഠിപ്പിക്കുന്നതിനായി ഇത്രയധികം വലിയ ആത്മീയമായിട്ടുള്ള മനസാക്ഷിയോടുകൂടി ദൈവം
കൂട്ടിരുന്ന മനസാക്ഷിയോടുകൂടി സ്വർഗത്തിനു വേണ്ടി നമ്മളെ ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ അൽഫോൻസ് ലിഗോരി. ഇത് തിരുസഭയുടെ വലിയ സ്വത്താണ്. ഇരുളടയുന്ന ഇടങ്ങളിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ പഠനവും സാന്നിധ്യവും മാധ്യസ്ഥവും വലിയ പ്രകാശഗോപുരം പോലെ ഇങ്ങനെ ഉദിച്ചുയരുന്ന അനുഭവം എല്ലാ കാലഘട്ടങ്ങളിലും തിരുസഭയ്ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. കൃത്യമായ ആത്മീയ നിലപാടുകൾ നമുക്കുണ്ടാവട്ടെ. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇരുളടഞ്ഞ ഈ കാലഘട്ടത്തിൽ, ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ച് ഓരോ വ്യക്തികളും തങ്ങൾക്കിണങ്ങുന്ന തരത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ ചിത്രീകരിക്കുകയും എനിക്ക് എൻ്റെ ശരി, നിനക്ക് നിൻ്റെ ശരി എന്ന് പറഞ്ഞ് വലിയ വിഘടന മനോഭാവം ചിത്രീകരിക്കുമ്പോൾ ഇവിടെ വിശുദ്ധൻ തിരുസഭയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇതാണ് വഴി, ഇതിലേ പോവുക. നിൻ്റെ ഓരോ കാൽവയ്പും ദൈവപ്രമാണങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലാകട്ടെ എന്ന് നമ്മളോട് ഈ കാലഘട്ടത്തിലും പറയുകയാണ്. നല്ല വായനകളുണ്ടാകട്ടെ. അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ്റെ പുസ്തകങ്ങൾ കുട്ടികൾക്ക്, വൈദികർക്ക്, മരിയ ഭക്തർക്ക് വലിയ സഹായമായിരിക്കും. അഭയനഗരം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പുസ്തകം, ഒരു വൈദികൻ്റെ അന്തസ്സും കർത്തവ്യം എന്ന് പറയുന്ന വൈദികർക്കുള്ള പുസ്തകങ്ങൾ, അങ്ങനെ നിരവധിയായ ആത്മീയ ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പവിഴം പോലെ നമ്മുടെ കരങ്ങളിൽ എടുക്കേണ്ടതാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഈ സ്വർഗീയ യാത്രയിൽ ശക്തമായ കാൽവയ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.